ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നല്ല കുട്ടിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ട, പ്ലീസ്. എന്താ അവിടെ? എന്താ മോളെ? എന്താ? ഇതൊന്നുമില്ല അമ്മേ. ഗാതമോള് തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ കുറച്ച് സൂപ്പ് ഉണ്ടാക്കി കൊടുത്തതാ. സൂപ്പോ? വ്രതം എടുത്തിരിക്കുന്ന കുട്ടിക്കോ? അമ്മ ഇത് മഷ്റൂം സൂപ്പാ. ഇത് കഴിച്ച് വ്രതം എടുക്കുന്നോണ്ടേ ഒരു കുഴപ്പമില്ല. മോളിത് കുടിച്ചോ? ഇല്ല മുത്തശ്ശി, പൂജാരിമാര് ഇതൊക്കെ കുടിക്കാറുണ്ടെന്നാ അമ്മായി എന്നോട് പറഞ്ഞ്. അതേത് പൂജാരിയാ നിർമ്മലേ സൂപ്പ് കുടിക്കുന്നേ? അത് ഞാൻ ആദ്യമായിട്ട് കേക്കുവാ. പരിചയപ്പെടുന്ന പൂജാരിമാരുടെ ഒക്കെ ആഹാരശീലങ്ങള് അമ്മായി ചോദിക്കാറുണ്ടോ? ഞാൻ ഈ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതേ ഉള്ളൂ. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ എന്നെ ഇങ്ങ് വിട്ടേക്ക്. നീ വാടി മോളെ. വേണ്ട വേണ്ട വേണ്ട, അവിടെ നിക്ക്, അവിടെ നിക്ക്. സുമിത്രേ, ഗാതമോളോട് ഇത്ര പെട്ടെന്ന് നിർമ്മലയ്ക്ക് ഒരു സ്നേഹം തോന്നണമെങ്കിൽ അതിലെന്തോ പന്തികേടുണ്ട്. അതുണ്ട്. അത് മഷ്റൂം സൂപ്പ് തന്നെയാണോന്നൊന്ന് നോക്കിയേ. ഇതെന്താ അമ്മ ഇത്രയ്ക്ക് നോക്കാതിരിക്കുന്നേ? സുമിത്രയോട് ഞാൻ നോക്കാനല്ലേ പറഞ്ഞത്. ഇനി തന്നെ. ഇത് മഷ്റൂം സൂപ്പൊന്നും അല്ലമ്മേ. പിന്നെ എല്ലാ സൂപ്പിനെ പറ്റിയും സുമിത്രയ്ക്ക് നന്നായിട്ട് അറിയോ? അറിയാത്ത കാര്യങ്ങൾ കൂടുതലൊന്നും പറയാൻ നിക്കല്ല സുമിത്രേ. അറിയാത്തതാണോ അറിഞ്ഞതാണോ എന്ന് ഞാൻ നോക്കി പറഞ്ഞുതരാം. ഇത് പിടിക്കേ. ഇത് ചിക്കൻ സൂപ്പിന്റെ കവറാ. ഇപ്പൊ പൊട്ടിച്ചിട്ടേ ഉള്ളൂ. ഇവളെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് മാറടി. എത്ര പരിശുദ്ധമായൊരു കാര്യത്തെയാണ് നീ ഇല്ലാതാക്കാൻ നോക്കുന്നതെന്നറിയോ? സ്വന്തം കുടുംബത്തോട് ഈ ദ്രോഹം ചെയ്യാൻ നിനക്ക് എങ്ങനെയാണ് ഈ മനസ്സ് വന്നേ? എന്തിനാ നിർമ്മല ഇത്രയും വലിയ ചെയ്തികള്? നമ്മുടെ കുടുംബത്തിൽ വന്നു കയറിയ ഒരു പെൺകുട്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം സഹിക്കുക. കൂടെ നിൽക്കണ്ട, പക്ഷെ ചതിക്കാതെയെങ്കിലും ഇരുന്നൂടെ? സുമിത്രേ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇതിലും ഗുരുതരമായ ഒരു തെറ്റ് വിളിഞ്ഞ് ചെയ്യാനില്ല. ഇതിന്റെ പരിഹാരം എന്താണെന്ന് ഈ പൂജ വിധിച്ചവര് തന്നെ പറയട്ടെ. അമ്മേ, മിണ്ടിപ്പോകരുത്.
പറയുന്നത് അതുപോലെ അനുസരിച്ചോണം കേട്ടോ. സുമിത്രേ, ആ രണ്ടുപേരെയും കൂട്ടിക്കോ. ശരിയമ്മേ. മോള് പേടിക്കണ്ട കേട്ടോ. മോളെ ചതിക്കാൻ നോക്കിയവർക്ക് അർഹിക്കുന്ന ശിക്ഷ മുത്തശ്ശി കൊടുത്തിരിക്കും. വ്രതം മുടക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് കുടുംബത്തോടുള്ള ദ്രോഹം തന്നെയാണ്. അങ്ങനെ ഒരു ചിന്ത ഉദിച്ച മനസ്സ് കുടുംബത്തിനെതിരെയാണ് സഞ്ചരിക്കുന്നതെന്ന് സാരം. തിരുമേനി, എന്താ പ്രതിവിധി എന്ന് വെച്ചാ അങ്ങ് പറഞ്ഞോളൂ. ഇവളുടെ ഈ പാപകർമ്മം കൊണ്ട് ഗാതമ്മളുടെ വ്രതത്തിന് ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. ഏത്തമുട്ട പോരെ? പോരാ. വ്രതമെടുക്കുന്ന പെൺകുട്ടിയോടാണ് വിരോധം കാണിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് ചെന്നിരിക്കുന്നത് നാഗദൈവങ്ങളുടെ മുന്നിലാ. അതുകൊണ്ട് വ്രതമെടുക്കുന്ന പെൺകുട്ടിയെ പോലെ 41 ദിവസം അതേ വ്രതം ഇവരും തുടരട്ടെ. എന്ത് 41 ദിവസത്തെ വ്രതമോ? തിരുമേനി, വേണമെങ്കിൽ ഞാൻ ഒരു ദിവസത്തെ ഉപവാസം ഇരിക്കാം. രാവും പകലും ഇല്ലാണ്ട് പരിഹാരങ്ങൾ ചെയ്യാം. 41 ദിവസമൊന്നും എന്നെ കൊണ്ട് പറ്റൂല. ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി കുടുംബത്തിൽ നടക്കുന്നൊരു പൂജയെ തടസ്സപ്പെടുത്തുന്നവരാരായാലും അവരും അവരുടെ തായ്വഴികളും കുടുംബത്തിൽ ഉണ്ടാവാതിരിക്കുന്നതാണ് ഒരു പരിധിവരെ നല്ലത്. നിർമ്മലയ്ക്ക് മനസ്സിലായില്ലേ? 41 ദിവസത്തെ വ്രതം എടുക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ നീയും ഉദയനും കീർത്തിയും തറവാട്ടിൽ നിന്നും പുറത്തു പോകേണ്ടി വരുമെന്നാണ് തിരുമേനി പറഞ്ഞത്. അയ്യോ അമ്മേ, ഞങ്ങൾ ഇങ്ങോട്ട് പോനാ. ഇത്രയും ഹീനമായ കാര്യങ്ങൾ ചെയ്യുമ്പോ അതുകൂടി ആലോചിക്കേണ്ടതായിരുന്നില്ലേ നിർമ്മലേ? കുളിച്ചീറനണിഞ്ഞ് നാഗത്തറയിൽ വിളക്ക് വെച്ച് ഇന്ന് തന്നെ പരിഹാര കർമ്മങ്ങൾ തുടങ്ങിക്കോട്ടെ. ഒരു കാര്യം ഓർത്തോളൂ, നാഗത്തറയിൽ വിളക്ക് വെച്ച് ആരംഭിക്കുന്ന വ്രതം ഏതെങ്കിലും ഒരു രീതിയിൽ തടസ്സപ്പെട്ടാൽ അത് സർപ്പകോപത്തിന് കാരണമാവും.